നമസ്കാരം എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുള്ളത് പിന്നെ മഹാബലിപുരം കേട്ടോ. അവിടെ എത്തി. രാവിലെ നമ്മളെ ഷോർട്ട് ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിട്ടേ ഉള്ളേ. ഉറക്കണീറ്റ് വരുന്ന വരവേട്ടാ, അതുകൊണ്ടാണ് കടലെല്ലാം തിരുമ്പി വരുന്നത്. പിന്നെ ഉറങ്ങിപ്പോയി. രാവിലെ 6 മണിക്ക് തുറക്കുമായിരുന്നു. രാവിലെ വരണമെന്ന് വെച്ചാൽ ഒന്ന് ഉറങ്ങിപ്പോയി. ഒരു 7 മണിയായി. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ പൈസ കൊടുത്ത് തന്നെ കയറ്റി. കാരണം വെച്ചാൽ അല്ലാതെ പാർക്ക് ചെയ്യാൻ തീരെ സ്ഥലമില്ല. എല്ലായിടത്തും നോ പാർക്കിംഗ് ബോർഡാണ്. നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫൈൻ കിട്ടും. ഇതാകുമ്പോൾ 60 രൂപ ഫൈൻ. പക്ഷേ ഫീ കൊടുത്താലും കുഴപ്പമില്ല. വൈകുന്നേരം വരെ നമുക്കിവിടെ വണ്ടിയുടെ സേഫായിട്ട് കിടന്നോളും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ബാക്കി കുറേ നടന്ന് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നടന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ പോട്ടാം. പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത കൂടെ തന്നെയാണ് നമ്മുടെ അമ്പലത്തിലേക്കുള്ള എൻട്രി കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്കുള്ള എൻട്രി ആണ്. നമ്മൾ ശബരിമലക്ക് പോയാലും കഷ്ടം കേട്ടോ. അത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഇത് കണ്ട് ഇവർ മറ്റേ റെഡ് ഇട്ടിട്ട് ഇറങ്ങുക. ഫുള്ളാളാണ്. ഫുള്ളാളെന്ന് വെച്ചാൽ ഒടുക്കത്തെ ആളാണ്. കാല് കുത്താൻ സ്ഥലമില്ല. രാവിലെ തന്നെ ആളില്ലാന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓ, ദൂരത്ത് കാണാം. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഓൺലൈനിൽ ടിക്കറ്റ് ഉണ്ടാവുമായിരിക്കും. ആ ഉണ്ട്. ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം. എൻട്രി ഫീ വരുന്നത് 70 റുപ്പീസ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഇന്ത്യൻ സിറ്റിസൺസ് 40 റുപ്പീസ് കേട്ടോ. സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാ. ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ 5 രൂപ വരെ കുറവുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതാണ് എൻട്രൻസ്. ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ട് അകത്തോട്ട് ഇറക്കാം. കുറച്ച് മോണമെൻറ്റ്സ് ഉണ്ട് അകത്ത് കാണാൻ. എന്തായാലും ഒന്നിച്ച് കാണാം. ഇതിൻ്റെ ഒരു മിനിയേച്ചർ കേട്ടോ. നേരെയാണ്. കറക്റ്റ് ടൈമിങ് കേട്ടോ. ആ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഇത് കാണണം. എന്നാലേ അതിൻ്റെ ഒരു രസമുള്ളൂ. എനിക്കെന്തോ നമ്മൾ ഖജുരാഹോലെല്ലാം പോയിട്ട് രാവിലെ കാണാൻ പോയ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. നല്ലൊരു രസം. ഖജുരാഹോ ഇഷ്ടംപോലെ കാണാനുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഖജുരാഹോൻ്റെ അത്രയൊന്നും ഇല്ല. ഖജുരാഹോൻ്റെ പകുതി പോലും ഇല്ല എന്ന് പറയാം. പക്ഷേ അമ്പലം കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. സൂര്യൻ അതാ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത്. ഇവിടെ എന്തോ പരിപാടി ഉണ്ടായതെന്ന് തോന്നുന്നു. സ്റ്റാലിൻ്റെ ഫോട്ടോ എല്ലാം കാണുന്നുണ്ട്. നല്ല കിടലനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല. പിന്നെയും മറ്റേ മലമുകളിലുള്ള സാധനമാണ് പിന്നെയും വലിയൊരു സെറ്റപ്പായിട്ട് തോന്നാത്തത്. പക്ഷെ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. നല്ല കാര്യം. എന്താ ആ കാണുന്നതാണ് അമ്പലം. നമ്മൾ എത്തിക്കഴിഞ്ഞു. സൂര്യൻ ആ ഭാഗത്തുണ്ട്. കുറേ ഫോട്ടോഗ്രാഫേഴ്സ് നേരെ നിൽക്കുന്നുണ്ട്. തൊട്ട് മുട്ടിയിട്ട് തന്നെ ഉണ്ടോ ബീച്ച്. ബീച്ചിൻ്റെ എൻട്രി വേറെയാണ്. ബീച്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ബീച്ചിലൊന്നും അങ്ങനെ പോകണമെന്ന് തോന്നുന്നില്ല. എന്നാലും നോക്കിയിട്ട് പോവാം. കടലിൻ്റെ തീരത്ത് തന്നെ ആയതുകൊണ്ടാണ് ഷോർ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ഓ, അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. കുറച്ച് കടലെടുത്ത് പോയതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് അതിലേക്ക് പോവാം. ഇവിടെ കണ്ട കുറേ ഇതൊക്കെ ഏതോ ചുമരിൻ്റെ പാട്ടാണ്. ഇതെല്ലാം കടലിൻ്റെ അടിയിൽ പോയതാട്ടോ. വെള്ളം കയറിയതാ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുന്നു. കുറച്ച് ഫോറിനേഴ്സ് ഉണ്ട് ഓൾറെഡി കേട്ടോ. രാവിലെ തന്നെ വന്നിട്ട് കൊള്ളാം. ഇവിടെ ഒരു ഇതെന്തോ സാധനം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ശിവലിംഗമോ അല്ല, എന്തോ ഒരു സംഭവമാണ്. ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. അതൊക്കെ നശിച്ചു. പിന്നെ ഇവിടെ ഒരു ശിവലിംഗത്തിൻ്റെ ആകൃതിയിൽ ഒരു വെള്ളം കാണാം. അതിൻ്റെ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഒരു വാട്ടർ സ്റ്റോറേജ് പോലെ കേട്ടോ. ഇതാണ് നമ്മുടെ ടെമ്പിൾ. ഓ, ഒരുപാട് നന്ദിയുടെ
പ്രതിമ നമുക്ക് കാണാൻ പറ്റും. സ്റ്റാച്യൂസ് നിറച്ച് കൊത്തോണികളെയാണ്, നിറച്ച് ചുറ്റുമുണ്ട് കേട്ടോ. നന്ദി പ്രതിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൈഡിലോട്ട് നോക്കിയാലും ഇഷ്ടം പോലെ പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും. ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് കേട്ടോ. ഒരടിപൊളി ടെമ്പിള്, മസ്റ്റ് വിസിറ്റ് ആയിട്ട് ഞാൻ പറയാം. നന്ദിയൊക്കെ വലിയൊരു ഷേപ്പൊന്നും ഇല്ല, പക്ഷേ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ. കൊത്തുപണികളൊക്കെ കണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഇത് മറ്റേ കടലെടുത്ത് പോയോണ്ടാന്ന് തോന്നുന്നു. കുറേ നമ്മൾ ദ്രവിച്ചെല്ലാം പോകില്ലേ, ദ്രവിച്ചൊക്കെ പോയ പോലെ കുറേയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. കൊള്ളാം. ഈ നന്ദി കാണുമ്പോഴാണ് നിറച്ചുമുണ്ട്, ചുറ്റുമുണ്ട്. ഇത് സുനാമി വന്നിട്ട് കടലെടുത്ത് പോയതാന്നൊക്കെയാണ് വിശ്വാസം. പല കഥകളും ഉണ്ട്, അതിൽ ഇതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരു എൻ്റയർ സിറ്റി തന്നെ കടലിൻ്റെ അടിയിലുണ്ട് എന്നൊക്കെയാണ് വിശ്വാസം കേട്ടോ. ഈ ഭാഗത്ത് കുറേ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റും കാണാൻ പറ്റും കേട്ടോ. കുറേ ഉണ്ട്. ഇതൊക്കെ കടലിൻ്റെ പെട്ടുപോയിട്ട് നശിച്ചതാണ് കുറേ കേട്ടോ. കുറേ തൂണിൻ്റെ പീസുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. AD ഉണ്ടാക്കിയതാട്ടാ. എത്ര കൊല്ലായി ആലോചിക്കണം. അപ്പം അതിൻ്റേതായ ഒരു കടൽ തീരത്തും കൂടി ആയതുകൊണ്ട് അത്രയും കടൽ എല്ലാം അടിച്ച് കയറി നശിച്ചിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഒരു ശിവൻ്റെ അമ്പലമായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ശിവൻ മാത്രമല്ല കേട്ടോ, വിഷ്ണു ഉണ്ട്. ശിവനും വിഷ്ണു ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പ്രതിഷ്ഠയായിട്ട്. എന്താണ് അകത്തുള്ളൊരു പ്രതിഷ്ഠങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ശിവപാർവതീൻ്റെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റാം. ഇന്ത്യയിലെ വളരെ പുരാതനമായിട്ടുള്ള സദേൺ ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു കേട്ടോ. ഇതൊരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് ടെമ്പിൾ 985 14 CE, അത്രയും കാലം പഴക്കമുണ്ട്. കൊള്ളാം. ചുമരുകളെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കടലിൻ്റെ ഇതുകൊണ്ട് പോയതാട്ടോ. വെള്ളം കയറി ദ്രവിച്ച് ഒരുമാതിരി ആയതാണ്. അകത്തൊരു ശിവലിംഗം കാണാം. സൈഡിലൊക്കെ ശരിക്കും ക്ലിയർ ഇല്ല, ആനയൊക്കെ പോലെ ഉണ്ട്. അകത്ത് കയറാൻ ഇപ്പോൾ പെർമിഷൻ ഇല്ല കേട്ടോ. അടിപൊളി പറയാം. ഒരു കൂട്ടുകാരനെ കിട്ടി. എന്താണ് ഇരിക്കട്ടെ, തമിഴ്നാട്ടിലൊരു കൂട്ടുകാരൻ. വണ്ടി വരെ വന്നാൽ ഞാൻ ബിസ്ക്കറ്റ് തരാം. വണ്ടി വരെ വരണം. ചളിയാക്കല്ല. വെരി ഗുഡ്. നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കും കേട്ടോ. ഒരുപാട് സൈസൊന്നും ഇല്ലെങ്കിലും നല്ലൊരു അടിപൊളി ടെമ്പിളാട്ടാ. കുറേ പണികൾ ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയതാ. കാലപ്പഴക്കം കൊണ്ട് പോയതാ, പിന്നെ കുറേ കടലെടുത്ത് പോയതും. ഈ ടെമ്പിൾ നിർമ്മിച്ചത് പല്ലവ വിഭാഗത്തിൽപ്പെട്ട കിങ്സാട്ടാ. പല്ലവ രാജാക്കന്മാരാണ്. അവരിൽ സെക്കൻഡ് രാജാവായിട്ടുള്ള നരസിംഹവർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 7ാമത്തെ സെഞ്ച്വറിയിൽ. അതുപോലെ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടെമ്പിളായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. ആ ഒരു സ്ട്രക്ചർ. ഈ ഒരു സെക്ഷനിൽ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കുറേ വെള്ളം കെട്ടി കിടക്കുന്ന ഫോട്ടോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മഴക്കാലമെല്ലാം ആകുമ്പോൾ
വെള്ളം കയറി കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ സ്റ്റോറേജ് പോലെ ഫുള്ള് വെള്ളം ഫുള്ള് കവേർഡായിട്ട് കിടക്കും കേട്ടോ. ഇപ്പോഴതിനകത്ത് വെള്ളമുണ്ട്, പക്ഷെ ഇപ്പോൾ എന്താ പറയുക, ആ ഒരു കുഴിയിൽ മാത്രമേ ഉള്ളൂ. പല ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നന്ദി പ്രതിമയുള്ള ഒരു ശിവക്ഷേത്രം ഞാൻ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. അമ്പലത്തിന് ചുറ്റും ഒരേ സൈസിൽ ഇത്രയും നന്ദികൾ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഉണ്ടെന്നുള്ളത്. അതിൽ ഒരു വെള്ളമുള്ളൊരു സ്ഥലമുണ്ട്. തമിഴ്നാട്ടിൽ മസ്റ്റ് വിസിറ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മഹാബലിപുരം. നിങ്ങൾക്ക് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ്. ഒരു ദിവസം ധാരാളമാണ് ഈ ഭാഗമുള്ള ഏരിയാസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറേ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഞാനും 3-4 ദിവസത്തെ പ്ലാനിലാണ് വന്നത്, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റിനറി കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ ഈ അമ്പലത്തിൽ കാണാനുള്ളത്. നമുക്ക് അടുത്ത മൊണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പോവാം. ചെന്നൈ ഉള്ളവർക്കൊക്കെ വളരെ അടുത്താണ്. 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതുള്ളത് കേട്ടോ. വളരെ അടുത്താണ്. ചെന്നൈയിൽ നിന്നൊക്കെ വരാനാണെങ്കിൽ നല്ല റോഡുമാണ്, പെട്ടെന്ന് എത്താനും പറ്റും. 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദക്ക് വരാൻ പറ്റും കേട്ടോ. 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് വരാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ വന്ന് കാണുക എന്ന് പറയുമ്പോൾ ഒരു രസമാണ് കേട്ടോ, പഴയ ആർക്കിടെക്ചർ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നടന്നു പോകേണ്ടത്. അവിടെ ഉണ്ടായ ഗോപുരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ അവശിഷ്ടമായിരിക്കും സൈഡിൽ കിടക്കുന്നുണ്ടാവുക. ഇത് കണ്ടിട്ടൊരു ഗോപുരവും അതിൻ്റെ നടുക്കെ കൂടി നടന്നു വരാനുള്ളൊരു സ്പേസൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ നശിച്ചു, ഒന്നുമില്ല. കാണുന്നത് ഒരു കൊടിമരം പോലത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഈ ബൗണ്ടറിയിൽ നമുക്ക് വേറെ ഒന്നും കാണാനില്ല. ഇനി ഓപ്പോസിറ്റ് ഈ കോമ്പൗണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കോമ്പൗണ്ടിൽ ഈ ഒരു ടെമ്പിളെ കാണാനുള്ളൂ. പിന്നെ ഉള്ളത് നമ്മളെ പാർക്കിങ്ങിന് പുറത്ത് പോകണം. പുറത്ത് പോയിട്ട് ഒരു 2 സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് അതുകൂടെ കാണാം. ഒരു ടിക്കറ്റേ ഉള്ളൂ, എല്ലാവരും കൂടെ ഒറ്റ ടിക്കറ്റ്. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വെച്ചാൽ കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ്, പക്ഷേ കുറേ ഒന്നും കാണാനില്ല. നമുക്ക് ഇന്നുകൊണ്ട് തന്നെ തീർക്കാൻ പറ്റുമായിരിക്കും തോന്നുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ആന്ധ്ര പിടിക്കാം. അങ്ങനെ പ്ലാനിലാണ് ഉള്ളത്. നോക്കാം. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച്. ഈ ഒരു പാറയിലൊരു അമ്പലത്തിൻ്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത് കണ്ട ഒരു വാതിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ അപ്പുറത്ത് കറങ്ങി അടിച്ച് പോകണം. എന്നാലും നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മളിതാ ഷോർ ടെമ്പിളിനോട് വിട പറയുകയാണ്. അടുത്ത ടെമ്പിൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. 2-3 സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.